എല്ലാവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ +2 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കറണ്ടിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ? വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് ചോദിച്ചാല് ചാർജസിന്റെ ഫ്ലോയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞത്. ഒരു കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ലോ ഓഫ് വെക്ടർ അഡിഷൻ ഒബേ ചെയ്യാത്തത് കൊണ്ടാണ് കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അത് എന്തായത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയി മാറിയത്. അതുപോലെ കറണ്ട് കണ്ടെത്തുന്നതിനുള്ള സമവാക്യം ചാർജ് ബൈ ടൈം ആണ്. ചാർജ് ബൈ ടൈം ആണ് കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ അല്ലെങ്കിൽ കൂളോം പെർ സെക്കൻഡ് ആണ്. ഓക്കേ, ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ബോർഡിലേക്ക് നോക്കുക. The rate of flow of charge is called current. ചാർജസിന്റെ ഫ്ലോയ്ക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ ഫ്ലോയുടെ റേറ്റിന് പറയുന്ന പേര് ആണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ കറണ്ട് I Q/T എന്ന് എഴുതാം, അല്ലെങ്കിൽ കറണ്ടിനെ നമുക്ക് dQ/dt, rate of flow of charge dQ/dt എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കേ, കറണ്ട് ഒരു എന്ത് ക്വാണ്ടിറ്റി ആണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഡയറക്ഷൻ ഉണ്ടായിട്ടും സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതിന്റെ റീസൺ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ലോ ഓഫ് വെക്ടറേഷൻ എന്ത് ചെയ്യുന്നില്ല? ഒബേ ചെയ്യുന്നില്ല. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ് അല്ലെങ്കിൽ കൂളോം പെർ സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ആണ് ആംപിയർ. ആംപിയർ ഏതിന്റെ യൂണിറ്റ് ആണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ്. കറണ്ടിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് കൂളോം പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കേ, ഇനി പരീക്ഷയ്ക്ക് ചോദ്യം വരാം, ഒരു ആംപിയർ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ 1 ആംപിയർ എന്നൊരു ചോദ്യം വരാം. ഡിഫൈൻ 1 ആംപിയർ എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ആംപിയർ എന്ന് പറഞ്ഞാൽ ഒരു കൂളോം ബൈ 1 സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ ഒരു കൂളോം ചാർജ് ഫ്ലോ ചെയ്താൽ അതാണ് ഒരു ആംപിയറിന് തുല്യം. 1 ആംപിയർ ഈക്വൽ ടു 1 കൂളോം പെർ സെക്കൻഡ്. 1 സെക്കൻഡ് എന്ന് പഠിച്ചു. ഒരു കൂളോം ബൈ 1 സെക്കൻഡ്, അതാണ് ഒരു ആംപിയർ എന്ന് പറയുന്നത്. ഇത് ഏതിൽ വരുന്നതാണ്? കറണ്ടിൽ വരുന്നതാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഡിഫൈൻ ആംപിയർ എന്നൊരു ചോദ്യം വരാം. ഒരു സെക്കൻഡിൽ 1 കൂളോം ചാർജ് ഫ്ലോ ചെയ്ത അതിനെ നമുക്ക് ഒരു ആംപിയർ ആയിട്ട് പറയാം. ഓക്കേ, ഇനി കറണ്ടിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കറണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC, രണ്ട് ഡയറക്റ്റ് കറണ്ട് അഥവാ DC. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തു വരും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ട് ആണ് AC കറണ്ട്. ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന കറണ്ടിന് പറയുന്ന പേരാണ് DC കറണ്ട്. അപ്പോൾ AC കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആണ്. ഡയറക്ഷൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യപ്പെടാത്ത കറണ്ടിന്റെ പേര് DC കറണ്ട് ആണ്. ഓക്കേ, ഇനി നമ്മൾ AC യെ കുറിച്ചൊക്കെ പിന്നീട് ഒരു ചാപ്റ്ററിൽ പഠിക്കും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കേ, നമ്മൾ അടുത്തൊരു കാര്യത്തിലേക്ക് പോവാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന കൺസെപ്റ്റിലേക്ക് പോവാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ഒരു കണ്ടക്ടറിനെ കുറിച്ച് പരിചയപ്പെടുത്തുവാണ്. ഒരു കണ്ടക്ടർ എടുത്താൽ ആ കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി വരുന്ന സബ്സ്റ്റൻസുകളാണ് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ഇവിടെ റാൻഡം ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു. അങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടുന്നു? 0 കിട്ടുന്നു. ഈ കണ്ടക്ടറിൽ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡമായി മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 0 കിട്ടി. അപ്പൊ ആവറേജ് വെലോസിറ്റി U ആവറേജ്, വെലോസിറ്റി വെക്ടർ ആയതുകൊണ്ട് വെക്ടർ സിംബൽ കൊടുക്കുക. U ആവറേജ് എന്ന് പറയുമ്പോൾ ഓരോ വെലോസിറ്റിയും കൂട്ടിയല്ലേ U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര UN divided by n ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 0 കിട്ടി. ഇത് ഏതിന്റെ കേസിലാണ്? ഒരു കണ്ടക്ടറിന്റെ കേസിലാണ്. അപ്പോൾ കണ്ടക്ടറിൽ ആവറേജ് വെലോസിറ്റി എത്രയാണ്?
0 ആണ്. ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി 0 ആണ്. അങ്ങനെ 0 ആകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇത് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്, ഒരു ഓർഡർ ഇല്ലാതെ മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കേ, ഇനി ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടറിലേക്ക് ഞാൻ എന്ത് ചെയ്തു, എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് അപ്ലൈ ചെയ്തു, ഒരു ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അപ്പൊ പോസിറ്റീവ് പൊളാരിറ്റി ഇവിടെ കിട്ടുന്നു, നെഗറ്റീവ് പൊളാരിറ്റി ഇവിടെ കിട്ടുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു എങ്ങോട്ടാണ്, നെഗറ്റീവിലേക്കാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഒരു കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഒരു ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഡിസോർഡർ ആയിട്ട് മൂവ് ചെയ്ത റാൻഡം മോഷനിലായിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡറോട് കൂടി എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിൽ, അതായത് നെഗറ്റീവ് പൊളാരിറ്റിയിൽ നിന്നും എങ്ങോട്ട് വരുന്നു, പോസിറ്റീവ് പൊളാരിറ്റിയിലേക്ക് വരുന്നു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരും. ഇത് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്, ഈ പോസിറ്റീവ് എൻഡിലേക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക വെലോസിറ്റി അതിനുണ്ട്. ആ വെലോസിറ്റിയുടെ പേരാണ് എന്ത് വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി, നമ്മൾ അല്ലെങ്കിൽ vd എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് vd ആണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രത്യേക വെലോസിറ്റിയിൽ, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ഈ വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡെഫിനിഷനിലേക്ക് പോവാം. It may be defined as the average velocity gained by the free electrons of a conductor in the opposite direction of external field. Opposite direction of external field, external field നെ opposite ആയിട്ട് free electrons ഒരു വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുന്നു. ഈ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, vd എന്നാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നൽകുന്ന എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. ഈ മൂവ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിയുടെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കേ, ഡൗട്ട് ഒന്നുമില്ല. ഇത് നോക്കിക്കേ, ഈ ഇലക്ട്രോൺസ്, ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിലാണ് അല്ലേ. ഇപ്പൊ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ വന്നാൽ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സ് F എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു നൽകിയ ഇലക്ട്രിക് ഫീൽഡ് ആണ്. എന്താ പറഞ്ഞത്, ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ആയിരിക്കുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു എന്താണ്, ആ ഇലക്ട്രിക് ഫീൽഡ് ആണ്. F is equal to QE എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ എങ്ങനെ എഴുതാം, ഇവിടെ F സമം ഇവിടത്തെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് -E ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഓക്കേ, ഡൗട്ട് ഒന്നുമില്ല. ഇക്വേഷൻ നമ്പർ എത്ര, ഇക്വേഷൻ നമ്പർ 1. ഓക്കേ, ഇനി F equal to ma എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2. F equal to ma, ഇക്വേഷൻ നമ്പർ 2. ഇക്വേറ്റിംഗ് 1 and 2 ഒന്നും രണ്ടും ഈക്വൽ ആക്കി എഴുതിയാൽ ma equal to -ee, അതിൽ നിന്ന് a equal to -ee divided by m. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, 1.6 into 10⁻⁻90 കൂളോം. E എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകിയ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഈ m ഇലക്ട്രോണിന്റെ മാസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ കിട്ടി, അത് -ee/r ആണ്, m ആണ്. ഓക്കേ, അപ്പോൾ ആദ്യം നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നോക്കി, കണ്ടക്ടേഴ്സിനുള്ളിൽ ഫ്രീ ഇലക്ട്രോൺസ് ഫീൽഡ് കൊടുക്കാതിരിക്കുമ്പോൾ അതിന്റെ ആവറേജ് വെലോസിറ്റി എത്രയായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. എന്നാൽ അങ്ങനെ 0 ആയിട്ട് വരുന്ന ഒരു കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ വെലോസിറ്റിയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അങ്ങനെ മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ആക്സിലറേഷന്റെ ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഓക്കേ, ഇനി നോക്കിക്കേ, ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്തെത്തുന്ന ഫൈനൽ വെലോസിറ്റി നമുക്ക് കണ്ടെത്താം. ഓരോ ഫൈനൽ വെലോസിറ്റിയും കണ്ടെത്താം. v1 എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫോർമുല വെച്ച് എങ്ങനെ എഴുതാം, u1 പ്ലസ് എന്തെന്ന് എഴുതാം, at1 എന്ന് എഴുതാം. ഡൗട്ട് ഇല്ല. അപ്പോൾ അതുപോലെ നമുക്ക് v2 എഴുതാം. v2 എന്ന് പറഞ്ഞാൽ u2 പ്ലസ് at2 എന്ന് എഴുതാം. അതുപോലെ v3 മൂന്നാമത്തെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, v3 എന്ന് പറഞ്ഞാൽ u3 പ്ലസ് at3 എന്ന് എഴുതാം.
എക്സെട്ര n ഇലക്ട്രോൺ വരെ കാണാല്ലേ. അപ്പൊ Vn വരെ എഴുതാം. എക്സെട്ര Vn. Vn എന്ന് പറയുമ്പോൾ Vn ഈക്വൽ ടു എന്തെന്ന് എഴുതാം? Un പ്ലസ് എന്തെന്ന് എഴുതാം? Atn എന്ന് എഴുതാം. എക്സെട്ര. അപ്പൊ V1 V2 V3 V4 എക്സെട്ര Vn വരെയുള്ള ഇലക്ട്രോൺസിന്റെ എന്ത് എഴുതി? ഫൈനൽ വെലോസിറ്റി എഴുതി. എനിക്ക് ഈ ഫൈനൽ വെലോസിറ്റിയുടെ ആവറേജ് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഫൈനൽ വെലോസിറ്റി എല്ലാം കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പൊ V average എങ്ങനെ എഴുതാം? ഓരോന്നും കൂട്ടി പറഞ്ഞേ. ഇത് പ്ലസ് ഇത് എക്സെട്ര ഇതല്ലേ. ഇപ്പോ U1 പ്ലസ് AT1 പ്ലസ് അടുത്തത് ആര്? U2 പ്ലസ് AT2 പ്ലസ് ആര്? U3 പ്ലസ് AT3 പ്ലസ് എക്സെട്ര ഏത് വരെ പോവാം? UN പ്ലസ് ATN വരെ പോവാം. തീർന്നില്ല, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടത്തെ എണ്ണം n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എങ്കിൽ അത് n ആണ്. n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കേ. ഇനി ചെയ്യാനുള്ള കാര്യം എന്താ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര UN ഒരു സ്ഥലത്ത് എഴുതുക. AT1 പ്ലസ് AT2 പ്ലസ് AT3 പ്ലസ് എക്സെട്ര ATN ഒരു സ്ഥലത്ത് എഴുതുക അല്ലേ. അപ്പൊ ഒന്ന് ഓർഡർ ആക്കി എഴുതിയാൽ ഇതിനെ V average equal to U1 plus U2 plus U3 plus etc. UN plus AT1 plus AT2 plus AT3 plus etc. ATN ആണ്. അപ്പൊ എല്ലാത്തിലും ഇതൊരു A ആക്സിലറേഷൻ പുറത്തെടുത്ത് എഴുതിയാൽ ബാക്കി T1 plus T2 plus T3 plus etc. Tn ആണ്. divided by n. ഓക്കേ. ഇനി എന്ത് ചെയ്യുക? ഈ n ഇതിന് കൊടുക്കുക, ഈ n ഇതിന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ V average equal to U1 plus U2 plus U3 plus etc. UN divided by n plus A into T1 plus T2 plus T3 plus etc. Tn by n. നോക്കിക്കേ, U1 plus U2 plus U3 plus etc. UN by n നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ V average equal to 0 plus നോക്കിക്കേ, ഈ T1 plus T2 plus T3 plus etc. Tn by n അതിനെ ഞാൻ റിലാക്സേഷൻ ടൈം എന്നാണ് പറയുന്നത്. അതായത് ഈ ആവറേജ് ടൈം അല്ലേ, ആവറേജ് ടൈം അല്ലേ, സമയങ്ങൾ കൂട്ടി n കൊണ്ട് ഹരിക്കുമ്പോൾ ടൈമിന്റെ ആവറേജ് ആണ് കിട്ടുന്നത്. ആ ആവറേജ് ടൈമിനെ ഞാൻ ഇവിടെ പറയുന്ന പേര് റിലാക്സേഷൻ ടൈം എന്നാണ്. റിലാക്സേഷൻ ടൈം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ റിലാക്സേഷൻ ടൈം റെപ്രസെന്റ് ചെയ്യേണ്ടത് ടോ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? ടോ എന്ന് കൊടുക്കാം. അപ്പൊ V average equal to 0 plus A into എന്തെന്ന് എഴുതാം? ടോ എന്ന് എഴുതാം. V average, ഈ ആവറേജ് വെലോസിറ്റി ആണ് ഇവിടെ എന്ത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD. ഡ്രിഫ്റ്റ് വെലോസിറ്റി സമം ആക്സിലറേഷന്റെ ഫോർമുല അറിയാം, -EE/m ആണ്. അപ്പൊ -EE/m into ആര്? into ടോ. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഡ്രിഫ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി എന്ന് പറഞ്ഞു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് -EE/τ/m. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് -EE/τ/m. ഓക്കേ, മറന്നു പോകരുത്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുമ്പോൾ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി നോക്കിക്കേ, ഇവിടെ വന്ന വാക്കാണ് ടോ. ടോ മീൻസ് ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ്? റിലാക്സേഷൻ ടൈം ആണ്. റിലാക്സേഷൻ ടൈം എന്താണ്? റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഇലക്ട്രോൺസ് വന്ന് ഇവിടെ കൊളൈഡ് ചെയ്യും അല്ലേ. ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഇതിൽ കൊളൈഡ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് വന്ന് ഇവിടെ കൊളൈഡ് ചെയ്യും. അപ്പൊ ഈ കൊളിഷന് വേണ്ടി എടുക്കുന്ന
സമയത്തിന്റെ ആവറേജിന് പറയുന്ന പേരാണ് എന്ത്? റിലാക്സേഷൻ ടൈം. It is the time taken to two successive collision of two electrons. രണ്ട് electrons തമ്മിലുള്ള successive collision വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ റിലാക്സേഷൻ ടൈം എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് the time interval between two successive collision of electron. ഈ successive collision വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം ഇന്റർവെല്ലിന്റെ പേരാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയുമാണ് കറണ്ടിനെ കുറിച്ചും ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ച് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് കറണ്ട് എങ്ങനെ കണ്ടെത്താം, കറണ്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലേക്കാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി